കറിക്കാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സ്വീറ്റാണ് തയ്യാറാക്കുന്നത്, മാലഡു. ഇത് തമിഴ്നാട്ടിൽ ആഘോഷങ്ങൾക്കും വിശേഷാവസരങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളീയരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാലഡു തയ്യാറാക്കാനായി 250 ഗ്രാം പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. പൊട്ടുകടല അല്ലെങ്കിൽ പൊരികടല അങ്ങനെയും പറയാം. പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഈ കടല ഇട്ട് കൊടുക്കണം. കടല ഇട്ടാൽ ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. കൂടുതൽ റോസ്റ്റ് ചെയ്താൽ അതിന്റെ കളർ മാറിപ്പോകും. മാലഡു പ്രത്യേകിച്ചും തമിഴ്നാട്, പാലക്കാട് ആ ഭാഗങ്ങളിലാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റാണ് കഴിക്കാനും. നമ്മളും ഇപ്പൊ എല്ലാ വിശേഷാവസരങ്ങളിലും മാലഡു ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ദീപാവലി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ സ്വീറ്റ്സ് ആണ് ദീപാവലിക്ക് പ്രധാനം. ലഡു, മൈസൂർ പാക്ക് അങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസും നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. മാലഡു എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ ഒന്നുകൂടി ഇത് അറിയാത്തവരും കാണുമല്ലോ, അതുകൊണ്ട് ഇന്ന് മാലാഡു തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഇത്രയും മതി. 2 മിനിറ്റ് ഒന്ന് ചൂടായാലും മതി. അതിന്റെ കളർ ഒട്ടും ചേഞ്ച് ആകാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്കിത് പൊടിക്കാനായിട്ടുള്ള ഒരു ചൂടാണ് വേണ്ടുന്നത്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആക്കി എടുക്കണം. മാലാഡുവിന്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ടീച്ചറായ എറണാകുളത്തുള്ള രാജേശ്വരി മാഡമാണ്. താങ്ക് യു മാഡം. ഇതേ കടല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. 250 ഗ്രാം പൊട്ടുകടല എടുക്കുമ്പോൾ 3 കപ്പ് പഞ്ചസാര എടുക്കണം. ഇതുപോലെ ഇങ്ങനെ അളന്നെടുക്കാം. നമുക്കിപ്പോ മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 2.5 കപ്പ് പഞ്ചസാര എടുക്കാം. ഇതൊരു സ്വീറ്റ് ആണല്ലോ, അപ്പൊ അതിന്റെ ആ മധുരം പാകത്തിനായിരിക്കണം. അങ്ങനെയാണെങ്കിലേ അതിന്റെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. മധുരം വളരെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 2 കപ്പ് പഞ്ചസാര എടുക്കാം. എന്തായാലും നമ്മൾ ആ മധുരം ഒന്ന് നോക്കിയതിന് ശേഷം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കണം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ അതിന്റെ അളവ് ഡബിൾ ആവും. ഇനി നട്ട്സ് വറുത്തെടുക്കാം. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് നട്ട്സ് ഇതിനെ വറുത്ത് ചേർത്ത് കൊടുക്കണം. നട്ട്സ് ലൈറ്റ് ആയിട്ടൊന്ന് കളർ ചേഞ്ച് ആയാലും മതി. മാലഡു തയ്യാറാക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മതി. കൂടുതൽ ഗ്യാസ് എടുക്കണ്ട. കുട്ടികൾക്ക് വേണമെങ്കിലും പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. കുക്കിംഗ് പഠിക്കുന്ന ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു സാധനമാണ് മാലഡു. മാലഡു എന്ന് പറഞ്ഞാല് അമ്മ തയ്യാറാക്കുന്ന ലഡു എന്നാണ്. നമ്മളത് പറഞ്ഞു മാലഡു എന്നൊക്കെ പറയുന്നതാണ്. ഇത്രയും മതി. കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. 1 കപ്പ് നെയ്യ് നമുക്ക് ഉരുക്കിയെടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടാകണം. നല്ല ചൂട് നെയ്യാണ് മാവിലൊഴിക്കേണ്ടത്. നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഈ ചൂടായ നെയ്യ് ഒരു ബൗളിലോട്ട് ഒഴിച്ചു വെക്കാം. പൊടികളെല്ലാം ഇതിലോട്ട് കുറച്ചുകൂടി വലിയ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതാണ് കുഴച്ചെടുക്കാനൊക്കെ സൗകര്യം. പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മധുരം നോക്കണം. കുറച്ച് പഞ്ചസാര മാറ്റി വെക്കണം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 3 കപ്പ് പഞ്ചസാര പൊടിച്ചത് മൊത്തവും ചേർത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ 2.5 കപ്പേ ചേർത്തിട്ടുള്ളൂ. മധുരം നോക്കിയതിന് ശേഷം ചേർക്കാം. ഇനി ഒന്ന് മധുരം നോക്കാം. 2.5 കപ്പ് തന്നെ മധുരം ഉണ്ട്. മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. എപ്പോഴും നമ്മൾ മധുരമായാലും കുറച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ വറുത്ത നട്ട്സ് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അതും നന്നായിട്ട് ഇളക്കി ചേർക്കണം. നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചും ചേർത്ത് കൊടുക്കാം. പൊടിക്കാതെ ചേർക്കുന്നതാണ് കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ്. മാലാഡു കഴിക്കുന്ന സമയത്ത് ആ നട്ട്സ് ഒന്ന് കഴിക്കാൻ കിട്ടും. ഉരുക്കി വെച്ച നെയ്യ് നല്ല ചൂടോടുകൂടി തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. കുറേശ്ശേ ചേർക്കണം. ആദ്യം ഇങ്ങനെ നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് ആ ചൂടൊന്ന് മാറിയതിന് ശേഷം കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോൾ കൈകൊണ്ട് കുറച്ച് ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഉരുട്ടുന്ന സമയം മാത്രമേ വേണ്ടൂ. ഗ്യാസ് വളരെ കുറച്ച് മതി. കൂടുതൽ സമയം നമ്മൾ തീയുടെ അടുത്ത് നിൽക്കണ്ട. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ചൂടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ബാക്കിയുള്ള നെയ്യ് കൂടി ഞാൻ ഒഴിക്കുകയാണ്. വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കണം. ചൂടുണ്ട് എങ്കിലും ആ സഹിക്കാവുന്ന ചൂടാകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി ആ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കണം. അതാണ് ഇതിന്റെ ഒരു പരുവം. ഇതാണ് പരുവം. പുട്ടിന്റെ പൊടി നനയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയാലും ഉരുളണം. ഇനി കുറച്ച് ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുളയാക്കണം. ഇതേ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ഉരുട്ടിയെടുക്കാം. ഉരുട്ടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഉരുട്ടണം. കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം.
ഈ മാലാടുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു 4 മാസം വരെ 4, 5, 6 മാസം വരെ വേണമെങ്കിലും ചീത്തയാകാതിരിക്കും. നമ്മൾ എടുക്കുന്നത് പോലെ ഇരിക്കും. ഈർപ്പം ഒന്നും തട്ടാതെ സൂക്ഷിച്ചെടുത്താൽ എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാതെ ഇരിക്കും. ഒരു കുറഞ്ഞതൊരു 6 മാസം വരെ ഇരിക്കും. പക്ഷെ അത്രയും സമയമൊന്നും ഇരിക്കത്തില്ല. ഇത് പെട്ടെന്ന് ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് തീർന്നു പോകും. ഇങ്ങനെ ഇതുപോലെ വീണ്ടും ഇങ്ങനെ ടൈറ്റാക്കി ഉരുട്ടിയെടുക്കണം. വീണ്ടും ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റൗണ്ട് ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഒരു 250 ഗ്രാം പൊട്ടുകടലയിൽ മാലാട് തയ്യാറാക്കിയാൽ ഒരു ഏകദേശം 25 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. കഴിക്കാനാണെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മുടെ മാലാട് ഉരുട്ടി കഴിയാറായി. ദേ ഇത്രയും ഉരുട്ടിയെടുത്ത് ഇനി കുറച്ചുകൂടി ഉരുട്ടാനുണ്ട്. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. മാലാട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇനി ദീപാവലിക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്